ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രിപ്പിൾ മെഡിസിയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനലോഗ് ഇലക്ട്രോണിക്സ് എന്ന ചാപ്റ്റർ ആണ്. അനലോഗ് ഇലക്ട്രോണിക്സിന്റെ പാർട്ട് 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് പറയുന്നത് ഒന്ന് പോളിടെക്നിക് ലെക്ചറർ ഇലക്ട്രോണിക്സ് അപ്ലൈ ചെയ്തിരിക്കുന്നവർ, അല്ലെങ്കിൽ പോളിടെക്നിക് ലെക്ചറർ മറ്റ് ബ്രാഞ്ചുകളിലാണെങ്കിൽ പോലും ആ എക്സാമുകൾക്കും ബേസിക് ഇലക്ട്രോണിക്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. സോ അതവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എല്ലാ ബ്രാഞ്ചുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാമാണ്. RRB JE or SSC JE. Then സബ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സോ ആകാം. Then അസിസ്റ്റന്റ് പ്രൊഫസർ ഇഞ്ചിനീയറിംഗ് കോളേജസ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, എനി ബ്രാഞ്ചസ്, ബേസിക്സ് എല്ലാം വേണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പ്രയോജനമുള്ള ഈ പറഞ്ഞ എല്ലാവർക്കും പ്രയോജനമുള്ള ഒരു ടോപ്പിക് ആണിത്, അനലോഗ് ഇലക്ട്രോണിക്സ്. ഓക്കെ, അതിന്റെ ഫസ്റ്റ് ക്ലാസ് ആണിത്. So you can visit triplemedici.com for the notes, bibimohanan.com for the mock test and notes. NTPC റെയിൽവേക്ക് തയ്യാറെടുക്കുന്നവർക്ക് ntpcrailway.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ്.in പ്രീവിയസ് ക്വസ്റ്റ്യൻസും ലഭ്യമാണ്. ഇനി ആദ്യത്തെ ചോദ്യം ഇതാണ്. The abbreviation PIV in the case of a diode stands for. ഒരു ഡയോഡിന്റെ PIV എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഒരു ഡയോഡിന്റെ PIV എന്ന് പറയുന്നത് എന്താണ്? പീക്ക് ഇൻഫീരിയർ വോൾട്ടേജ്, പ്രോബ്ലമാറ്റിക് ഇൻവേഴ്സ് വോൾട്ടേജ്, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, പീക്ക് ഇന്റേണൽ വോൾട്ടേജ്, ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്? പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണ്. ഓക്കെ, ഇനി എന്താണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ മാക്സിമം റിവേഴ്സ് ബയാസ് വോൾട്ടേജ് വിച്ച് എ ഡയോഡ് ക്യാൻ ബിയർ വിത്തൗട്ട് ബ്രേക്ക് ഡൗൺ. ഒരു ഡയോഡിന് ബ്രേക്ക് ഡൗൺ വരാതെ തന്നെ താങ്ങാൻ കഴിയുന്ന ഏറ്റവും മാക്സിമം റിവേഴ്സ് ബയാസ് വോൾട്ടേജ് ആണ് ഏത്? പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് അല്ലെങ്കിൽ PIV എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് മെൻ ബൈ ദ PIV റേറ്റിംഗ് ഓഫ് എ ഡയോഡ്? എന്താണ് ഒരു ഡയോഡിന്റെ PIV റേറ്റിംഗ് എന്ന് വെച്ചാൽ? അതെന്താണ് പറയുന്നത്? അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി നമ്മളിപ്പോൾ പഠിച്ചിരുന്നു PIV എന്ന് വെച്ചാൽ എന്താണ്. സോ ആൻസർ എ തന്നെ വായിക്കാം. മാക്സിമം റിവേഴ്സ് ബയാസ് പൊട്ടൻഷ്യൽ വിച്ച് ക്യാൻ ബി അപ്ലൈഡ് അക്രോസ് എ ഡയോഡ് വിത്തൗട്ട് ബ്രേക്ക് ഡൗൺ. അപ്പോൾ ഒരു ഡയോഡിന്റെ അക്രോസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം പൊട്ടൻഷ്യൽ ആണ് വിത്തൗട്ട് ബ്രേക്ക് ഡൗൺ. ദാറ്റ് ഈസ് കോൾഡ് PIV റേറ്റിംഗ് ഓഫ് എ ഡയോഡ്. അതിന്റെ PIV റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ മാക്സിമം അലോവബിൾ റിവേഴ്സ് ബയാസ് വോൾട്ടേജ് വിച്ച് ക്യാൻ ബി സേഫ്ലി അപ്ലൈഡ് ടു എ ഡയോഡ്. ഈ റിവേഴ്സ് ബയാസ് വോൾട്ടേജ് ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന റിവേഴ്സ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് PIV റേറ്റിംഗിനേക്കാളും കൂടുതലാണെങ്കിൽ ആ ഡയോഡ് എൻ്റർ ചെയ്യും? റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയനിലേക്ക് എൻ്റർ ചെയ്യും. ഓക്കെ, അപ്പോൾ PIV ഇൻഡിക്കേറ്റ് ദാറ്റ് ദ മാക്സിമം അലോവബിൾ റിവേഴ്സ് ബയാസ് വോൾട്ടേജ്. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് PIV. The voltage after which the diode current exponentially increases with the forward bias is not known as. അപ്പോൾ നോക്കുക, നോട്ട് എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. The voltage after which the diode current exponentially increases with the forward bias is not known as offset voltage, threshold potential, firing potential, പീക്ക് ഫോർവേഡ് വോൾട്ടേജ്. ഇതിൽ ഏതാണ് അല്ലാത്തത് എന്നാണ് ചോദ്യം. അതിന്റെ ആൻസർ ഡി ആണ്, പീക്ക് ഫോർവേഡ് വോൾട്ടേജ്. പീക്ക് ഫോർവേഡ്, ബാക്കിയെല്ലാം ഓഫ്സെറ്റ് വോൾട്ടേജ് എന്നും ത്രെഷോൾഡ് പൊട്ടൻഷ്യൽ എന്നും ഫയറിംഗ് പൊട്ടൻഷ്യൽ എന്നും ഒക്കെ പറയും. ബട്ട് പീക്ക് ഫോർവേഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് അതല്ല. The voltage after which a diode increases rapidly, അതാണ് ഓഫ്സെറ്റ് വോൾട്ടേജ്, ത്രെഷോൾഡ് വോൾട്ടേജ്, ഫയറിംഗ് പൊട്ടൻഷ്യൽ ആൻഡ് കട്ട് ഇൻ വോൾട്ടേജ്. ഈ വോൾട്ടേജിന്റെ ബിയോണ്ട് ഇപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഏതാണെന്ന് പറഞ്ഞത്. അപ്പോൾ ആ വോൾട്ടേജിന്റെ അപ്പുറത്ത് ദ ഫോർവേഡ് വോൾട്ടേജ് ബിക്കംസ് ഫോർവേഡ് ബയാസ് വോൾട്ടേജ് ഓവർകം ദ പൊട്ടൻഷ്യൽ ബാരിയർ ആൻഡ് റാപ്പിഡ് ആയിട്ടുള്ള കണ്ടക്ഷൻ സംഭവിക്കുന്നതാണ്. അതാണ് നമ്മുടെ ഈ ഒരു ഓഫ്സെറ്റ് വോൾട്ടേജ് അല്ലെങ്കിൽ ത്രെഷോൾഡ് വോൾട്ടേജ്, ഫയറിംഗ് പൊട്ടൻഷ്യൽ ഒക്കെ സെയിം ആണ്. അടുത്ത ചോദ്യം, ദ ഡയോഡ് കറണ്ട് ഇക്വേഷൻ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ. ഡയോഡ് കറണ്ട് ഇക്വേഷൻ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ ഏതിലാണ് ആപ്ലിക്കബിൾ അല്ലാത്തത്? ദ ഡയോഡ് കറണ്ട് ഇക്വേഷൻ ആപ്ലിക്കബിൾ അല്ലാത്തത് ഏതിലാണ്? ഒന്ന് ഫോർവേഡ് ബയാസ്ഡ് സ്റ്റേറ്റ്, റിവേഴ്സ് ബയാസ്ഡ് സ്റ്റേറ്റ്, അൺബയാസ്ഡ് സ്റ്റേറ്റ്. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഇൻ ഓൾ ബയാസ് സ്റ്റേറ്റ്. ഇതിലേതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഇൻ ഓൾ ബയാസ് സ്റ്റേറ്റ് ആണ് ആൻസർ. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഇൻ ഓൾ ബയാസ് സ്റ്റേറ്റ്സ്. ഇപ്പോൾ ഡയോഡ് ഇക്വേഷൻ നമുക്കറിയാവുന്നതാണ്. I is equal to I0 into
ബ്രാക്കറ്റിന്റെ ഉള്ളിൽ e⁻⁴ whole minus 1 ആണ്. And it is applicable in all bias condition, that is forward, reverse and unbiased. ഏത് സ്റ്റേറ്റിലാണെങ്കിലും അത് ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. എമിഷൻ കോഎഫിഷ്യന്റ് ഓഫ് ജെർമേനിയം ഈസ്. എന്താണ് ജെർമേനിയത്തിന്റെ എമിഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്? എമിഷൻ കോഎഫിഷ്യന്റ് ഓപ്ഷനിൽ 1, 1.1, 1.5, 2 ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻസർ എ ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ 1 ആണ് ആൻസർ. ഇനി നോക്കാം, എമിഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് ജെർമേനിയത്തിന്റെ ആണ്. എമിഷൻ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ ഐഡിയാലിറ്റി ഫാക്ടർ എന്നാണ് പറയുന്നത്. ഐഡിയാലിറ്റി ഫാക്ടർ അതായത് ദാറ്റ് അക്കൗണ്ട്സ് ഫോർ ദ effect of recombination taking place in the depletion region. ഡിപ്ലീഷൻ റീജിയനിൽ നടക്കുന്ന റീകോമ്പിനേഷൻ അതിന്റെ എഫക്റ്റ് ആണ്. അത് എഫക്ട് ഓഫ് റീകോമ്പിനേഷൻ ആണ് എമിഷൻ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ ഐഡിയാലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ദ റേഞ്ച് ഓഫ് ഫാക്ടർ ഈസ് ഫ്രോം 1 to 2. ജെർമേനിയത്തിനാണെങ്കിൽ അതിന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പൊ നമ്മളോട് ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന എമിഷൻ കോഎഫിഷ്യന്റ് ഓഫ് ജെർമേനിയം ആണ്. അത് എത്രയാണ്? 1 ആണ്. ഇനി ഐഡിയാലിറ്റി ഫാക്ടർ ഓഫ് സിലിക്കൺ ചോദിച്ചിരിക്കുകയാണ്. ഐഡിയാലിറ്റി ഫാക്ടർ ഓഫ് സിലിക്കൺ ഈസ് 1, 2, 1.3, 1.7 ഇത് കൊടുത്തിട്ടുണ്ട്. ഐഡിയാലിറ്റി ഫാക്ടർ ഓഫ് സിലിക്കൺ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് 2. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു 1 മുതൽ 2 വരെയാണ് ഇതിന്റെ റേഞ്ച് എന്ന് ഓൾറെഡി പഠിച്ചു. 1 ആണ് ജെർമേനിയത്തിന്, 2 ആണ് സിലിക്കോണിന്. ഓക്കെ, ഇനി എമിഷൻ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ ഐഡിയാലിറ്റി ഫാക്ടർ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. ദ എഫക്ട് ഓഫ് റീകോമ്പിനേഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഡിപ്ലീഷൻ റീജിയൻ ആണ്. റേഞ്ച് ഓഫ് ഫാക്ടർ 1 to 2 ആണ്. സിലിക്കണിന് ഇത് 2 ആണ്. What is the value of the voltage equivalent of temperature at room temperature of 27 degrees Celsius? അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ അതായത് 27 ഡിഗ്രി സെൽഷ്യസിൽ വോൾട്ടേജ് ഈക്വലന്റ് ഓഫ് ടെമ്പറേച്ചർ എത്രയാണെന്നാണ് പറഞ്ഞത്. വോൾട്ടേജ് ഈക്വലന്റ് ഓഫ് ടെമ്പറേച്ചർ അറ്റ് ദ റൂം ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ്. ഇപ്പൊ 26 മില്ലി വോൾട്ട്, 36 മില്ലി വോൾട്ട്, 0.26 മില്ലി വോൾട്ട്, 260 മില്ലി വോൾട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 26 മില്ലി വോൾട്ട് ആണ്. 26 മില്ലി വോൾട്ട് ആണ് ദ വാല്യൂ ഓഫ് ദ വോൾട്ടേജ് ഈക്വലന്റ് ഓഫ് ദ ടെമ്പറേച്ചർ അറ്റ് റൂം ടെമ്പറേച്ചർ ഓഫ് 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. അപ്പോൾ വോൾട്ടേജ് ഈക്വലന്റ് അല്ലെങ്കിൽ വി ടി എന്ന് പറയുന്നത് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ബോട്ട്സ്മാൻ കോൺസ്റ്റന്റ് ആൻഡ് ദ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ആണ്. ആ ഒരു 27 ഡിഗ്രി സെൽഷ്യസിലാവുമ്പോൾ വി ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നു. അപ്പോൾ KT/Q ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ 26 എന്നാണ് കിട്ടുക. 26 മില്ലി വോൾട്ട് ആണ് ആൻസർ. അപ്പോൾ ഇത് അതുപോലെ തന്നെ പഠിച്ചും വെക്കാൻ വേണമെങ്കിൽ സമയം ലാഭിക്കാം. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ വോൾട്ടേജ് ഈക്വലന്റ് ഓഫ് ടെമ്പറേച്ചർ അറ്റ് റൂം ടെമ്പറേച്ചർ 26 millivolt. What happens to cut-in voltage when the temperature increases? Temperature കൂടുമ്പോൾ cut-in voltageന് എന്ത് സംഭവിക്കുന്നു? Increases, decreases, either increases or decreases. Cut-in voltage does not depend on the temperature. ഏതാണ് വരുന്നത്? ആൻസർ ബി ആണ്. അതായത് ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് cut-in voltage എന്ത് ചെയ്യും? Decreases. Cut-in voltage decreases. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി എന്താണ് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ദ ഡയോഡ് കണ്ടക്ട്സ് സ്മോളർ വോൾട്ടേജ് അറ്റ് ലാർജർ ടെമ്പറേച്ചർ. അതാണ് ഉദ്ദേശിക്കുന്നത് കട്ട് ഇൻ വോൾട്ടേജ് ഡിക്രീസ്. അപ്പോൾ അത് കണ്ടക്ട് ചെയ്ത് തുടങ്ങുന്ന ആ വോൾട്ടേജ്, ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അല്ലെങ്കിൽ കട്ട് ഇൻ വോൾട്ടേജ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ആ വാല്യൂ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ചെറിയ വാല്യൂ ഓഫ് വോൾട്ടേജിൽ തന്നെ അത് കണ്ടക്ട് ചെയ്ത് തുടങ്ങുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, when temperature increases reverse saturation current. റിവേഴ്സ് സാച്ചുറേഷൻ കറന്റിന് എന്താണ് സംഭവിക്കുന്നത്? when the temperature increases, decreases, doesn't depend on the temperature, either increases or decreases. ഏതാണ് വരുന്നത്? ഇൻക്രീസസ് ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ പോലെ സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. എന്ന് വെച്ചാൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഇൻക്രീസസ്. അത് കണ്ടക്ടിവിറ്റി കൂടുക എന്ന് വെച്ചാൽ കണ്ടക്ടിവിറ്റി കൂടുക എന്ന് വെച്ചാൽ കറണ്ടിന്റെ വാല്യൂ കൂടുക എന്നാണ്. ഇത്രയാണ് നമ്മൾ ഈ ഒരു ലെസണിൽ പഠിച്ചത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലെസൺ. നിങ്ങൾക്ക് ഈ ലെസൺ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. കൂടുതൽ സബ്ജക്റ്റുകൾക്കായിട്ട് കിട്ടുന്നതിനായി അല്ലെങ്കിൽ വീഡിയോസ് കാണുന്നതിനായി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ അറിയിക്കുക.
അപ്പോൾ ഈ ഒരു സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സിന്റെ ഒരു പാർട്ട് ചെയ്തിരുന്നു, അതും കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അനലോഗ് ഇലക്ട്രോണിക്സിന്റെയും പാർട്ട് കണ്ടിന്യൂ ചെയ്ത് ചെയ്യുന്നതാണ്. പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ബ്ലോഗ്സ് ഓൾസോ www.bibimohanan.com for attending the mock test in electronics, and study materials www.triplemedc.com, and download the PDF from this or this. The notes will be available in both the blogs. Okay, so thank you once again. Bye.